സഞ്ജു സാംസൺ നമ്മുടെ മലയാളികളുടെ അഭിമാനവും അഹങ്കാരവുമാണ്. കാരണം അറിയാമല്ലോ, ഇന്ത്യൻ ടീമിൽ ഇപ്പോഴുള്ള നിലവിൽ കളിക്കുന്ന മലയാളി ക്രിക്കറ്റ് താരം, ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്നീ നിലകളിൽ ബാറ്റ്സ്മാൻ എന്ന നിലയിലും തകർപ്പൻ മാച്ചുകൾ കളിക്കുന്ന സഞ്ജു സാംസനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ. കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ KCAയുടെ ഭാരവാഹികൾ സഞ്ജുവിനെതിരെ തിരിഞ്ഞ് കുറേ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം അച്ചടക്കം പാലിക്കുന്നില്ല, കോച്ചിങ് ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് KCAയുടെ മുൻനിരയിൽ നിൽക്കുന്ന ആൾക്കാർ സഞ്ജുവിനെ പറ്റി കുറേ വിമർശനങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സഞ്ജു സാംസൺ എന്ന പ്ലെയറിനെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് ഇവിടെ. നമുക്കറിയാം, നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, ഇത്രയും എന്തോരം എഫേർട്ട് ഇട്ട് കളിച്ചിട്ടാണ് അദ്ദേഹം എത്രയെത്ര തവണകൾ പുറകോട്ട് മാറിയിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ടീമിൽ മുൻനിരയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് നമുക്കറിയാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിനോട് ചെയ്യുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. ആ സമയത്ത് ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ നിന്ന് അധികം പ്ലെയേഴ്സ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാം, ടിനു യോഹനൻ, അതിന് മുന്നേ ഒരു പ്ലെയർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ടിനു യോഹനൻ കഴിഞ്ഞ് ശ്രീശാന്ത് വന്നു, ശ്രീശാന്തിന് ശേഷം സഞ്ജു സാംസൺ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രത്യേകിച്ച് വേറെ മലയാളികളൊന്നും വന്നിട്ടില്ല. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നല്ല ഒരുപാട് പ്ലെയേഴ്സ് ഇന്ത്യൻ ടീമിൽ കയറി കളിച്ചു പോകുമ്പോൾ നമ്മൾ കൊതിയോടെ കാത്തിരുന്നു നമ്മുടെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും കയറി പോകണമേ എന്ന്. ആ സമയത്താണ് ഇങ്ങനെ 2-3 പ്ലെയേഴ്സ് ഇന്ത്യൻ ടീമിൽ എത്തുകയും നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും ചെയ്ത്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ശ്രീശാന്തിന് ശേഷം സഞ്ജു സാംസൺ തിളങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മലയാളികൾ തന്നെ പുറകിൽ നിന്ന് വലിച്ചു താഴെ ഇടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട പരിപാടിയാണ്. കാരണം ഒരു മലയാളിക്ക് മറ്റൊരു മലയാളിനെ ചവിട്ടാൻ പറ്റത്തുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ സത്യം പറഞ്ഞ കേരളത്തിലുള്ള ആൾക്കാർ വളരെ ശോകമാണ്, കുറവാണ്. കാരണം പണ്ട് മൂലമുള്ള ഒരുത്തൻ കയറിപ്പോകുന്നു മറ്റവന് പിടിക്കത്തില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ സഞ്ജു സാംസൺ നല്ല ഒരു നിലയിലെത്തി, നന്നായിട്ട് ക്രിക്കറ്റ് കളിച്ച് അത്യാവശ്യം നല്ലൊരു നിലയിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതായത് ചവിട്ടാൻ വേണ്ടിയിട്ട് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. KCAയുടെ ഭാരവാഹികൾ, നാണമില്ലാത്തവന്മാർ കുറേ എണ്ണം ഇരുന്ന് അവർ കറക്റ്റായിട്ടുള്ള കാര്യം പറയുന്നത്. സഞ്ജു വിദർഭ ട്രോഫിയിൽ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാൻ സന്നദ്ധനാണെന്ന് അറിയിച്ച് മെയിൽ അയച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ കോച്ചിങ് ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തഴഞ്ഞ ഒരു സാഹചര്യം. എന്നിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കാമെന്ന് ഒരാൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ ഇരുന്ന് കണവണ പറയുന്ന ഒരു സാഹചര്യം. എന്നിട്ട് ന്യൂസ് ചാനലുകളിലെല്ലാം വന്നിരുന്ന് സഞ്ജുവിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയേണ്ട കാര്യങ്ങൾ തന്നെ. ഇത്രയധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഇപ്പം തന്നെ നമുക്കറിയാം, റോബിൻ ഉത്തപ്പ, അതുപോലെ തന്നെ ടിനു യോഹനൻ, ഇപ്പോൾ ശ്രീശാന്ത് വരെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. KCA അധികൃതർക്കെതിരെ നിന്നുകൊണ്ട് അവർ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ശക്തമായിട്ട് സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ബാക്കിയുള്ള മലയാളികളും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അതിന് പകരം പുറകിൽ നിന്ന് വലിച്ചിടുന്ന പരിപാടി ഒരിക്കലും ശരിയല്ല. നമ്മുടെ മലയാളികളുടെ ഇടയിൽ തന്നെ ഉണ്ട് ഒരുപാട് വൃത്തികെട്ടവന്മാർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുത്തൻ കയറി പോകുമ്പോൾ അവനെ പിടിച്ച് താഴെ ഇടുക എന്ന് പറയുന്നൊരു സാഹചര്യം. അങ്ങനെയല്ല, ഇന്ത്യൻ ടീമിൽ അഭിമാനമായിട്ട് നിൽക്കുന്ന കേരളക്കരയുടെ സ്വന്തം സഞ്ജു സാംസനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. അദ്ദേഹത്തിനെ വലിച്ച് താഴെ ഇടാതെ അദ്ദേഹത്തിന് കൂടെ നിൽക്കണം. നമ്മുടെ കൂടെയുള്ള ഒരുത്തൻ നന്നായി പോകുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ? അതോ അവനെ വലിച്ച് താഴെ ഇടുന്നതാണോ ഒരു സന്തോഷം? അത് അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. KCA ഭാരവാഹികൾ ആരാണേലും ഈ വീഡിയോ ഒന്നും അങ്ങ് വരെ എത്തത്തില്ലെന്നറിയാം. അങ്ങനെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു എന്താ പറയുക, ദുഷിപ്പ് മാറ്റിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നല്ല നല്ല പ്ലെയേഴ്സ് ഇനിയും മുന്നോട്ട് കയറി വരാനുള്ളതാണ്. ഒരാൾ ഒരു സ്ഥാനത്ത് നിൽക്കുമ്പോഴേ ഉള്ളൂ താഴെയുള്ള ആൾക്കാരെ കയറ്റി വിടാനായിട്ട് പറ്റുള്ളൂ. താഴെയുള്ള കുട്ടികൾക്കാണെങ്കിലും മുന്നോട്ടേക്ക് ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമോ അല്ലെങ്കിൽ IPL ഒക്കെ, അല്ലെങ്കിൽ ക്രിക്കറ്റിൽ വളർന്നു വരാനുള്ള താരങ്ങൾ ചിലപ്പോൾ റോൾ മോഡലാക്കാൻ പോകുന്നത് സഞ്ജു സാംസണെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എടുക്കാൻ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ അതുപോലെ മുൻനിരയിൽ നിൽക്കുന്ന കളിക്കാരുടെ അഡ്വൈസ് എടുക്കാൻ. ഇപ്പം അങ്ങനെയുള്ള താരങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ മലയാളികളും കേരളക്കരയിലുള്ള കംപ്ലീറ്റ് ആളുകളും ചെയ്യണം. അല്ലാതെ ചവിട്ടാനായിട്ട് കൂടെ നിൽക്കരുത്, അവനെ വലിച്ചു താഴെയിടാൻ വേണ്ടി നിൽക്കരുത്. സപ്പോർട്ട് ചെയ്യുക സഞ്ജുവിനെ.